ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വന്ന രണ്ട് ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫാസിസം ആൻഡ് നാസിസമാണ്. അതിൽ ഫാസിസത്തിൻ്റെ ലീഡർ മുസോളിനി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആശയമാണ് എന്ത്? പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. അതായത് മുസോളിനി എല്ലായ്പ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് തൻ്റെ രാജ്യത്തിനായിരുന്നു. നമുക്ക് അദ്ദേഹം പറഞ്ഞ കുറേ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റഗണിസം ടു ഡെമോക്രസി, ജനാധിപത്യത്തോടുള്ള വിരോധം. ജനാധിപത്യത്തിന് അദ്ദേഹം അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പിന്നെയോ ഗ്ലോറിഫൈയിങ് ദ നേഷൻ, രാഷ്ട്രമാണ് എല്ലാം. വളരെയധികം ഇമ്പോർട്ടൻസ് എന്തിനു കൊടുത്തിരുന്നു? രാഷ്ട്രത്തിന് നൽകിയിരുന്നു. ജസ്റ്റിഫൈയിങ് വാർ, അതുപോലെ യുദ്ധത്തെ അദ്ദേഹം മഹത്വവൽക്കരിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഡിഫൈയിങ് ദ പാസ്റ്റ്, അതായത് ഭൂതകാലത്തിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യത്തിനും അതുപോലെ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. പിന്നെയോ ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തിനോട് കടുത്ത എതിർപ്പായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, എന്താ അത്? വംശമഹിമ വളരെയധികം ഉയർത്തിപ്പിടിച്ചിരുന്നു. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം, കഴിഞ്ഞ ലെസണിൽ പഠിച്ചിരുന്നു എന്താ? തീവ്ര ദേശീയത, ഇത് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, എന്താ അത്? കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെ അദ്ദേഹം തൻ്റെ ആശയം പ്രചരിപ്പിച്ചിരുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശമായിരുന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. The circumstances under which the fascist party came to power in Italy. ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷി വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജയിച്ചെങ്കിലും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ എക്സെട്ര കെപ്റ്റ് പീപ്പിൾ എവേ ഫ്രം ദ ഗവൺമെൻറ്. യുദ്ധാനന്തരമുണ്ടായ സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, അതുപോലെ ഇൻക്രീസ് ഇൻ ടാക്സ്, നികുതി വർധനവ്, പണപ്പെരുപ്പം, ഇവയെല്ലാം ജനങ്ങളെ ഗവൺമെൻറ്റിൽ നിന്ന് വളരെയധികം അകറ്റി. പിന്നെയോ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിങ് ടു സോഷ്യലിസം were prompted to support fascism. എന്തായിരുന്നു? രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തിനെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഇത്രയും ക്ലിയർ ആയല്ലോ? പിന്നീട് അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുസോളിനി റീസ്റ്റോർട്ടഡ് ടു ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ് ഓഫ് ഇറ്റലി ആൻഡ് വയലൻസ് ആൻഡ് ഫെറോസിറ്റി were the strategies of the fascist. എന്തൊക്കെയായിരുന്നു? ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊണ്ടു. കൂടാതെ അദ്ദേഹം അക്രമത്തിൻ്റെയും ഹിംസയുടെയും പാതയാണ് സ്വീകരിച്ചത്. അതിനായിരുന്നു അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പിയാസൻ ആൻഡ് വർക്കേഴ്സ് were proclaimed as enemies of the nation. പിന്നെ എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്? സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവർ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി മാറി. ദ എയിം ഓഫ് മുസോളിനി വാസ് റീസ്റ്റോർ ദ ഏൻഷ്യൻ്റ് റോമൻ എംപയർ, അതായത് ഏൻഷ്യൻ്റ് റോമൻ സാമ്രാജ്യം തിരികെ പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഹി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് റോമൻ എംപയർ, അതിനുവേണ്ടി കുറേ മുദ്രകൾ അദ്ദേഹം സ്വീകരിക്കുകയും ഹി ഓർഗനൈസ്ഡ് ആൻ ആർമി കോൾഡ് ബ്ലാക്ക് ഷർട്ട്, ഒരു സൈനിക ആർമി അദ്ദേഹം ഫോം ചെയ്തു. അതെന്തായിരുന്നു? ബ്ലാക്ക് ഷർട്ട് എന്നറിയപ്പെട്ടിരുന്നു. ഓക്കെ ആണല്ലോ? ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ഫാസിസ്റ്റ് പാർട്ടി കം ടു പവർ ഇൻ ഇറ്റലി. ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മുടെ ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ നിലവിൽ വന്നതെന്ന് നോക്കാം.
Italy got nothing though she was with the victors in the First World War. ഒന്നാം ലോകയുദ്ധത്തിൽ ജയിച്ചെങ്കിലും ഇറ്റലിക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടായില്ല. അതുപോലെ പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ എക്സെട്ര, പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെൻറ്. ഏതെല്ലാം കാര്യത്തിലായിരുന്നു ആളുകൾ ഗവൺമെൻറ്റിൽ നിന്ന് അകന്നത്? യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഗവൺമെൻറ്റിൽ നിന്ന് അകറ്റി. കൂടാതെ ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ഏൻഷ്യൻറ്റ് റോമൻ എംപയർ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം? എന്തായിരുന്നു? പ്രാചീന റോമാ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഹി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് റോമൻ എംപയർ. അതിനുവേണ്ടി റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് എന്താ? ഹി ഓർഗനൈസ്ഡ് ആൻ ആർമി. ഒരു സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചു. സൈന്യത്തിൻ്റെ പേരായിരുന്നു എന്ത്? ബ്ലാക്ക് ഷർട്ട്. ബ്ലാക്ക് ഷർട്ട് എന്ന ആർമിയാണ് അദ്ദേഹം രൂപീകരിച്ചത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നാസിസം. നാസിസത്തിൻ്റെ ലീഡർ ആരായിരുന്നു? ലോകം അറിയപ്പെടുന്ന നേതാവായിരുന്നു, അതിശക്തനായൊരു നേതാവായിരുന്നു. ആര്? അഡോൾഫ് ഹിറ്റ്ലർ. കേട്ടിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ലോകത്തെ വിറപ്പിച്ച ഒരു നേതാവായിരുന്നു. ഈ നാസി പാർട്ടി ഏത് രാജ്യത്തിൻ്റെയാ? ജർമ്മനിയാണ്. നമ്മൾ ഫാസിസം പഠിച്ചു, ഇറ്റലിയാണ്. മാറിപ്പോവരുത്. ലീഡർ ആരായിരുന്നു? മുസോളിനി. ഓക്കെ, ഇനി നാസി പാർട്ടി അധികാരത്തിൽ വരാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് നാസി പാർട്ടി കം ടു പവർ ഇൻ ജർമ്മനി എന്തൊക്കെയായിരുന്നു? ട്രീറ്റി ഓഫ് വേഴ്സാലീസ്. എന്താണ്? വേഴ്സാലീസ് സന്ധി. that imposed by the victorious allies on Germany after the First World War. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായി സന്ധി ഒരു ഫാക്ടറായിട്ട് വന്നു. പിന്നെയോ എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും വളരെ രൂക്ഷമായി. അതുപോലെ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. ഇതാണ് മെയിൻ ഫാക്ടേഴ്സ്. നാസിക്കാർ, അതായത് നമ്മുടെ ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ നയിക്കുന്ന നാസി അധികാരത്തിൽ വരാനായിട്ട് ഇടയാക്കിയത്. ഹി ഡിസ്മിസ്ഡ് ദ ഗവൺമെൻറ് ആൻഡ് ക്യാപ്ചേർഡ് പവർ. നിലവിലിരുന്ന ഗവൺമെൻറ്റിനെ വിടുകയും അതുപോലെ അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ എന്ത് ചെയ്തു? നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും എന്ത് ചെയ്തു? കൊന്നൊടുക്കി. ഓക്കെ, ആൻഡ് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, Jews and Democrats were executed and Hitler held the Jews responsible for Germany's ruins and humiliation. എന്താ? ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ആരാണെന്നാണ് പറയുന്നത്? ജൂതരാണെന്നാണ് ഹിറ്റ്ലർ ആരോപിച്ചത്. ക്ലിയർ ആണല്ലോ? അതുകൂടാതെ Jews were massacred en masse in specially built concentration camp. This is known as Holocaust. എന്തായിരുന്നു? കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ആയിരക്കണക്കിന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഇതിന് പറയുന്ന പേരാണ് എന്താ അറിയപ്പെടുക? ഹോളോകാസ്റ്റ് എന്ന് അറിയപ്പെട്ടിരുന്നു. അതുപോലെ എ മിലിറ്ററി ഫോഴ്സ് ബ്രൗൺ ഷർട്ട്, മറന്നു പോവരുത്. ആൻഡ് ഫാസിസ്റ്റ് ബ്ലാക്ക് ഷർട്ടാണ്. ഇവിടെ എന്താണ്? മിലിറ്ററി ഫോഴ്സ് ബ്രൗൺ ഷർട്ട് ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗെസ്റ്റപ്പോ. അതുകൂടാതെ ഹിറ്റ്ലർക്ക് എന്തും കൂടി ഉണ്ടായിരുന്നു? ഒരു രഹസ്യ പോലീസ് സൈനിക ശക്തിയുടെ പേരെന്തായിരുന്നു? ബ്രൗൺ ഷർട്ട്. വർ ഇൻ ചാർജ് ഓഫ് അസോൾട്ടിങ് ആൻഡ് മസാക്രിങ് ദ ജ്യൂസ്. ഇതിനായി തവിട്ട് കുപ്പായക്കാർ എന്ന സൈന്യത്തിനും ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഖ്യത്തിനും രൂപം നൽകി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എന്തൊക്കെയായിരുന്നു? സൈനിക ശക്തിയുടെ പേരെന്താണ്? തവിട്ട് കുപ്പായം. അതുപോലെ തന്നെ ഒരു രഹസ്യ പോലീസ്, ഇൻ അഡീഷൻ ആയിട്ടൊരു രഹസ്യ പോലീസും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തായിരുന്നു? ഗെസ്റ്റപ്പോ. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അതുകൂടാണ്ട്
Jews were massacred en masse in specially built concentration camp. അതിന് പറയുന്ന പേരെന്തായിരുന്നു? ഹോളോകാസ്റ്റ്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കി. ഹിറ്റ്ലറിന് ജൂതവംശരെ കാണാൻ പാടില്ലായിരുന്നു. എന്താ കാര്യം? അവരാണ് ജർമ്മനിക്ക് 8ന്റെ പണി കൊടുത്തതെന്നുള്ളൊരു വിചാരമായിരുന്നു ആർക്ക്? ഹിറ്റ്ലറിന്. ഓക്കെ, ഇതിനറിയപ്പെടുന്നത് ഹോളോകാസ്റ്റ് എന്നറിയപ്പെട്ടു. ഈ ആയിരക്കണക്കിന് ജൂതന്മാരെ എവിടെ വെച്ച് കൊന്നൊടുക്കി? കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് കൊന്നൊടുക്കി. അതിനെ പറയുന്ന പേരെന്താണ്? ഹോളോകാസ്റ്റ് എന്നറിയപ്പെട്ടു. അതുകൂടാതെ ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. തീവ്ര ദേശീയതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തൻ്റെ രാജ്യം, യുദ്ധം, വംശം, ഇതിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവേക്കിയ. ആരൊക്കെ ആക്രമിച്ചു? ഓസ്ട്രിയ, ചെക്കോസ്ലോവേക്കിയ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. കൂടാതെ ജർമ്മനി ഫോംഡ് അലയൻസ് വിത്ത് ആരൊക്കെയായിട്ട്? ഇറ്റലി ആൻഡ് ജപ്പാൻ. ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. അതായത് ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി സൈനിക സഖ്യം രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് എന്തിലേക്ക് നയിച്ചു? 2ാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചു. ഓക്കെ ആണല്ലോ. ഇനി 2ാം ലോകമഹായുദ്ധത്തിലുണ്ടായ മെയിൻ ശക്തികൾ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. The Second World War that lasted from 1939 to 1945. ഡേറ്റ് ഇയർ മറക്കരുതേ. എന്ന് തൊട്ട് എന്ന് വരെയായിരുന്നു? 1939 മുതൽ 1945 വരെയായിരുന്നു എന്ത്? സെക്കൻഡ് വേൾഡ് വാർ. Following the peace treaty at Paris in 1919, the victorious nation shared the colonies of the defeated nations. എന്തായിരുന്നു? 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ കോളനികളെല്ലാം ആര് പിടിച്ചടക്കി? വിജയിച്ച രാജ്യങ്ങൾ പിടിച്ചടക്കി. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. അതായത് നെയ്തർ ജർമ്മനി നോർ ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റ്. ഇതിനെ തുടർന്ന് വന്ന 2 പ്രധാന ശക്തികളായിരുന്നു ഏതൊക്കെ? ആക്സിസ് പവറും അലയൻസ് പവറും. അതിൽ എന്താണ് ആക്സിസ് പവർ എന്ന് നോക്കാം. അച്ചുതണ്ട് ശക്തികൾ. ഒരു സിനിമ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആയ അച്ചുവിൻ്റെ അമ്മ. അതല്ല കേട്ടോ, അച്ചുതണ്ട് ശക്തികൾ. എന്താ അച്ചുതണ്ട് ശക്തികൾ? ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഏതൊക്കെ രാജ്യങ്ങളുണ്ടായിരുന്നു? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ആക്സിസ് പവറിലുണ്ടായ രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. മറന്നു പോവരുത്, GIJ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇനി വേറൊരു ശക്തിയായിരുന്നു അലൈഡ് പവേഴ്സ് അല്ലെങ്കിൽ സഖ്യശക്തികൾ. ഇവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. പിന്നീട് ആരും കൂടി ഇവരുടെ ഒപ്പം ചേർന്നു? USA-യും USSR-ഉം സോവിയറ്റ് യൂണിയനും ഇവരുടെ ഒപ്പം ചേർന്നു. അപ്പോൾ സഖ്യശക്തികൾ ഏതൊക്കെയാ? ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് ചൈന. ഓക്കെ ആണല്ലോ. പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്, പ്രീണന നയം എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കുക, ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഇതിനെ ചെറുത്തില്ല. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ അവർ മുഖ്യ ശത്രുവായി കണ്ടു. നോക്കിക്കേ, ഒരു മിനിറ്റ് ടീച്ചർ ഈ സ്ലൈഡ് ഒന്നോടെ കാണിച്ചു തരാം. നമ്മുടെ അലൈഡ് പവേഴ്സ് ആരൊക്കെയാ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈനയാണെന്ന് പറഞ്ഞു അല്ലേ. കൂടാതെ അതിലേക്ക് ആരൊക്കെ വന്നു? USA-യും USSR-ഉം. USA നമുക്കറിയാം സാമ്രാജ്യത്വ ശക്തിയാണ്. USSR-ഓ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് അല്ലേ. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ അലൈഡ് പവേഴ്സാണ്. പക്ഷേ റഷ്യക്കെതിരായിട്ട് പല രാജ്യങ്ങളും ഇറ്റലി, ജർമ്മനിയൊക്കെ യുദ്ധം ചെയ്തപ്പോൾ ഇവർ തടഞ്ഞില്ല, ഇവർ ചെറുത്ത് നിന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? USSR ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ്. മറ്റുള്ളവരെല്ലാം സാമ്രാജ്യത്വ ശക്തി ആയതുകൊണ്ട്
ഇവർ അതിനെ എഗെയിൻസ്റ്റ് ചെയ്യാൻ കൂടെയുള്ള ഇംഗ്ലണ്ടും ഫ്രാൻസും ഒന്നും തയ്യാറായില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്ന് പറയുന്നത്. പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്, പ്രീണന നയം എന്തൊക്കെയായിരുന്നു ഒന്നുകൂടെ നോക്കാം. ദ ലീഗ് ഓഫ് നേഷൻ failed to stall the attack of Axis powers when Germany, Italy, Japan attacked other nations. Capitalist countries like Britain, France did not prevent the attack. കൂടെ ഉണ്ടായിരുന്ന USSRനെ ഒന്നും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തില്ല. ആര്? നമ്മുടെ ഫ്രാൻസ്, അതുപോലെ ഇംഗ്ലണ്ട്, ഇതൊന്നും പ്രൊട്ടക്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? കാരണം USSR ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. അതുകൊണ്ട് അവർ അതിനെ മൗനമായിട്ട് എന്ത് ചെയ്തു എന്ന് നമുക്ക് പറയാം, സപ്പോർട്ട് ചെയ്തു എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ സംഭവിച്ചതെന്ന് നോക്കണ്ടേ. ഓൺ 1 September 1839 ജർമ്മനി അറ്റാക്ക്ഡ്, എന്ത് ചെയ്തു, പോളണ്ടിനെ ആക്രമിച്ചു. prompted the allied nation to declare war against Germany that ultimately lead to the outbreak of Second World War. അതും സെക്കൻഡ് വേൾഡ് വാറിന് കാരണമായി. എന്താണ്? 1939 സെപ്റ്റംബർ 1 എന്ത് സംഭവിച്ചു? ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. സഖ്യകക്ഷികൾ എന്താ ചെയ്തത്? ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ഇതും എന്തിന് കാരണമായി? രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചു. അതുകൂടാണ്ട് ദ എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ചേഞ്ച്ഡ് ദ കോംപ്ലക്ഷൻ ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക dropped 2 atom bombs in Little Boy in Hiroshima on 6th August 1945. ഡേറ്റ് ഓർക്കണേ, 6th August 1945 എവിടെ കൊണ്ടുപോയി? അമേരിക്ക ഡ്രോപ്ഡ് 2 ആറ്റം ബോംബ് വിക്ഷേപിച്ച്. എവിടേക്കാ? ഒന്ന് ഹിറോഷിമയിലും 6th August 1945 ആൻഡ് ഫാറ്റ്മാൻ ഇൻ നാഗസാക്കി ഓൺ 9th August. ഓക്കെ, യുദ്ധത്തിന് മുമ്പ് അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിറോഷിമയിലും, ആഗസ്റ്റ് അതുപോലെ തന്നെ 1945 6th ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിറോഷിമയിലും, ആഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതായത് ജപ്പാനിലെ 2 സിറ്റീസ് ആണല്ലേ തകർന്നു പോയി ജപ്പാൻ. The United States of America dropped 2 atom bombs in Little Boy, Hiroshima on 6th August 1945 and Fat Man in Nagasaki. ഇതോടുകൂടി എന്ത് സംഭവിച്ചു? ഇറ്റലി അവിടെ കീഴടങ്ങി. ഇതിനി നമുക്ക് യുദ്ധാനന്തരമുള്ള മെയിൻ ഇഫക്ട്സ് ഓഫ് വാർ, യുദ്ധം കഴിഞ്ഞിട്ടുള്ള സംഭവം. യുദ്ധം കഴിഞ്ഞാൽ വളരെ നല്ല ശോകമായിരിക്കും അല്ലേ, നാശനഷ്ടങ്ങളായിരിക്കും, തവിടുപൊടിയായി. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇഫക്റ്റ് ഓഫ് ദ വാർ. ഓവർ 10 million പീപ്പിൾ ഡൈഡ്. ദശലക്ഷക്കണക്കിന് ആളുകൾ എന്ത് സംഭവിച്ചു? കൊല്ലപ്പെട്ടു. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യുദ്ധാനന്തരം എക്കണോമി ഉണ്ടോ? ഇല്ല അല്ലേ. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില ആകെ തവിടുപൊടിയായി. യൂറോപ്യൻ ഡോമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്ഡ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്യം തകർന്നു. അതുപോലെ തന്നെ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അതുപോലെ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്തായി മാറി? സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും ലോകശക്തികളായിട്ട് വളർന്നു. In a bid preserve and maintain world peace, the United Nations Organization was formed. അതായത് ലോകത്ത് യുദ്ധമുണ്ടാവരുത്, ലോകത്ത് സമാധാനം ലഭിക്കണം എന്നുള്ള ഒരു ആശയമായിട്ട് എന്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്തു? യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തു. UN, ആ ഡേറ്റ് ഓർത്തിരിക്കണം. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തത് 24th October 1945 1 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്.
ഒക്ടോബർ 24 ഈസ് കൺസിഡേർഡ് ആസ് UN ഡേ. എന്നായിരുന്നു? ഒക്ടോബർ 24 ആണ് UN ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഒന്നാം ലോക യുദ്ധാനന്തരം സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് ലോക സമാധാനം കൈവരിക്കാനൊന്നും സാധിച്ചില്ല. After the Second World War, another organization was formed to prevent global peace. അതെ, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് വന്ന ഒരു ഓർഗനൈസേഷൻ ഏതായിരുന്നു? യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ദ റിസൾട്ടഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് UNO. ഓക്കെ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ന്യൂയോർക്ക്. UNOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്ക്. അതും സാധാരണ ചോദിക്കാറുള്ളതാണ്, ഓർമ്മ വെച്ചോളണം. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കാനായി സംഘടനയ്ക്കായി ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് വന്ന സംഘടനയാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. എവിടെയായിരുന്നു എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? യെസ്, അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടന, ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഉണ്ടാക്കിയ സംഘടനയായിരുന്നു എന്ത്? UNO. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇതുവരെ? അടുത്ത് നമുക്ക് ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ അപകോളനീകരണം എന്താണെന്ന് നോക്കാം. അപകോളനീകരണം എന്ന ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം അല്ലേ? നമ്മുടെ കോളനികൾക്ക് എന്തോ സ്വാതന്ത്ര്യം കിട്ടിയതാണ് എന്ത്? ഡീകോളനൈസേഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. After the Second World War, USA and USSR emerged as supreme powers, supported freedom movements in various colonies got freedom. അതായത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു. സാമ്രാജ്യ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾക്ക് കിട്ടിയ മോചനം, സ്വാതന്ത്ര്യത്തെയാണ് എന്ത് പറയുക? ഡീകോളനൈസേഷൻ, അപകോളനീകരണം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത എന്താ? ശീതസമരം, കോൾഡ് വാർ. എന്താണ് കോൾഡ് വാർ, ശീതസമരം എന്ന് നോക്കാം. ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്. ഇവിടെ പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മുടെ USA-യും USSR-ഉം ഭിന്നിച്ചു. അതായത് സാമ്രാജ്യത്വ ശക്തിയായ USA-യും സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ USSR-ഉം രണ്ടും രണ്ട് വഴിക്കായി. ദീസ് ടു ബ്ലോക്ക് ക്യാപിറ്റലിസ്റ്റ് എന്തായിട്ട് അറിയപ്പെട്ടു? ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ദാറ്റ് റെപ്രസെൻറ്റഡ് കോൺട്രഡിക്ടറി ഐഡിയാസ് കണ്ടിന്യൂഡ് ദെയർ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർസ്. എന്തായിരുന്നു സംഭവം? രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും വീണ്ടും ഭിന്നിച്ചു. അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്തു. അതുപോലെ USSR സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇങ്ങനെ രണ്ട് രാജ്യങ്ങളിലുള്ള ഭിന്നിപ്പ് പക്ഷെ ഭയങ്കര വലിയ യുദ്ധത്തിലേക്കൊന്നും നയിച്ചില്ല. എന്താ പറയുക, തോക്കും കോലാഹലങ്ങളൊന്നും ഇല്ലാണ്ട് ആ കോൺഫ്ലിക്ട്സ് എങ്ങനെയാണ്? ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ ആശയപരമായ സംഘർഷങ്ങളെ ഉണ്ടായുള്ളൂ. അവിടെ ആശയപരമായ സംഘർഷങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിന് പറയുന്ന പേരാണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്താ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം. ഇതിൽ തന്നെയുണ്ട്. ആരോടും ഒന്ന് ചേർന്ന് നിന്നില്ല, അവർ ചേർന്ന് നിന്നില്ല. അതുകൊണ്ടാണ് ചേരിചേര. നമ്മൾ രണ്ട് സഖ്യത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ? ഈ ചേരിചേര പുതുതായിട്ട് കുറേ രാഷ്ട്രങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഏഷ്യ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ കുറേ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ രാജ്യങ്ങൾ ഈ രണ്ട് കക്ഷികളുടെ കൂടെയും പോയില്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരു തേർഡ് വേൾഡ് വാറും കൂടി ഉണ്ടായേനെ. ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. 1955 ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അതാദ്യം പഠിക്കുക. എന്നായിരുന്നു? 1955 നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം ഫോം ചെയ്ത ഡേറ്റ് എന്നായിരുന്നു? 1955. അതുകൂടാതെ ദ ഫസ്റ്റ് കോൺഫറൻസ് ഹെൽഡ് ഇൻ ബെൽഗ്രേഡ് ഇൻ 1961. ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നായിരുന്നു? 1961. മാറിപ്പോവരുത് ഡേറ്റ്. ചേരിചേരാ പ്രസ്ഥാനം ഫോം ചെയ്തത് 1955 എന്നായിരുന്നു ഫസ്റ്റ് സമ്മേളനം നടന്നത്?
യെസ്, 1961-ലാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് വാട്ട് ഈസ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കിക്കേ. രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമായി, ഇന്ത്യ ഉൾപ്പെടെ എന്ന് ഓർത്തോളണേ. ശീതസമരം സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. മുതലാളിത്ത ചേരിയുടെയോ അത് ശ്രദ്ധിക്കണേ, അതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായ ഒരു പുതിയ പ്രസ്ഥാനമാണ് ചേരിചേരാ പ്രസ്ഥാനം. ഏതൊക്കെയായിരുന്നു? ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും കുറേ രാജ്യങ്ങൾക്ക് ഫ്രീഡം കിട്ടി, സ്വാതന്ത്ര്യം ലഭിച്ചു. ഇവരാരുടെ കൂടെ പോയില്ല? സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ കൂടെയും പോയില്ല, പിന്നെ ആരുടെയോ സാമ്രാജ്യത്വ ശക്തികളുടെ കൂടെയും പോയില്ല. ഇവർ ഒരു സ്വന്തം വേറൊരു പ്രസ്ഥാനം അവിടെ ഫോം ചെയ്തു. അതിന് പറയുന്ന പേരാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പോയായിരുന്നെങ്കിൽ വീണ്ടും യുദ്ധമുണ്ടായേണ്ടതിന്. നമ്മുടെ നെഹ്റു പോലെയുള്ള ലീഡേഴ്സാണ് നോൺ അലൈൻ മൂവ്മെൻറ്റിനെ മെയിനായിട്ട് നയിച്ച നേതാക്കന്മാർ. ഓക്കെ ആണല്ലോ. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം നടന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമായിരുന്നു എന്ത്? ബാൽഫർ ഡിക്ലറേഷൻ. എന്താ നോക്കാം. ബാൽഫർ ഡിക്ലറേഷൻ. അണ്ടിൽ ദ ഫസ്റ്റ് വേൾഡ് വാർ the territory including Palestine was the part of Turkish Empire. Okay, the Turkey was defeated in the war and Britain took over the region. എന്താ സംഭവിച്ചത്? ഒന്നാം ലോകയുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ലോകയുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ആരുടെ കൈവശം വന്നു? ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി. ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി നമ്മുടെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർത്തർ ബാൽഫർ പ്രഖ്യാപിച്ചു, അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി എന്താ പേര് അദ്ദേഹത്തിൻ്റെ? ആർത്തൂർ ബാൽഫർ declared the establishment of a Jewish nation in West Asia as the reward. അവർക്കൊരു യുദ്ധത്തിന് സഹായിച്ച കാരണം അവർക്കൊരു പ്രത്യുപകാരമായിട്ട് എവിടെയായിട്ട്? വെസ്റ്റ് ഏഷ്യയിൽ അവർക്കൊരു സ്വന്തമായിട്ടൊരു രാജ്യം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് പറയുന്ന പേരാണ് ബാൽഫർ പ്രഖ്യാപനം. ഇത് കൊടുത്ത ആളുടെ പേരെന്തായിരുന്നു? ആർത്തർ ബാൽഫർ ആയിരുന്നു. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തിനും എന്ത് പേര് വന്നു? ബാൽഫർ പ്രഖ്യാപനം എന്ന് പേര് വന്നു. ഓക്കെ ആണല്ലോ അല്ലേ. അടുത്തായി നമുക്ക് നോക്കാം സയണിസം. എന്താണ് സയണിസം? സയോണിസം ഈസ് ആൻ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് ഫോർ ദ ജൂസ്. എന്തായിരുന്നു? ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. എന്തായിരുന്നു? ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക, അതായിരുന്നു സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്താ പാലസ്തീൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണിത്, സംഘടനയാണ് പാലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റ്. നമുക്ക് നോക്കാം പാലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റ് എന്തായിരുന്നു എന്ന്. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങളുണ്ടായി. ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി. ഓക്കെ, ജന്മനാട്ടിൽ നിന്ന് ആർക്ക് പുറത്താകേണ്ടി വന്നു? പാലസ്തീന് പുറത്താകേണ്ടി വന്നു. വിവിധ അറബ് രാജ്യങ്ങളെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന. അല്ലെങ്കിൽ ഇതിൻ്റെ ലീഡർ ആരായിരുന്നു? യാസർ അരാഫത്തായിരുന്നു ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. എന്തിൻ്റെ? പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ പാലസ്തീൻ വിമോചന സംഘടന. ഒന്നുകൂടെ നോക്കിയാലോ. എന്താ പാലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റ്? ദ അസാൾട്ട് ആൻഡ് ക്രൂവൽറ്റി ഓഫ് ഹിറ്റ്ലർ ടുവേഴ്സ് ദ ജൂസ്. ദിസ് intensified the demand for the separate Jewish state.
In 1948, the nation Israel was formed. എന്നാൽ ഇസ്രായേൽ ഫോം ചെയ്ത് 1948. Consequently, many wars broke between Israel and Arab nation. അറബ് നേഷനും ഇസ്രായേലും തമ്മിൽ പല യുദ്ധങ്ങൾക്കും കാരണമാക്കി. ഇസ്രായേൽ സെയ്സ്ഡ് പാലസ്തീൻ പിടിച്ചെടുക്കുകയും എക്സ്പെല്ലിംഗ് ദ പാലസ്തീൻ ഫ്രം ദെയർ ഹോംലാൻഡ്. പാലസ്തീൻകാർക്ക് അവരുടെ സ്വന്തം രാജ്യത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. പാലസ്തീൻ റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വേരിയസ് അറബ്സ്. പല അറബ് രാജ്യങ്ങളെയും അവർ ഡിപ്പെൻഡ് ചെയ്തു. ആൻഡ് ദ പാലസ്തീൻ മൂവ്മെൻറ്റ് കോൾഡ് പാലസ്തീൻ, ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. എൻ്റെ ലീഡർ ആരായിരുന്നു? യാസർ അരാഫത്ത് ആസ് ദ പ്രസിഡൻറ്റ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത പ്രധാന ഇൻസിഡൻ്റ് ആയിരുന്നു എന്ത്? ഓസ്ലോ പാക്ട്. എന്താണ് ഈ ഓസ്ലോ പാക്ട്? നോക്കാം നമുക്ക്. ആഫ്റ്റർ എ സീരീസ് ഓഫ് ബ്ലഡ്ഷെഡ്സ് ആൻഡ് മസാക്രി, ഇസ്രായേൽ agreed in principle to recognize Palestine as a free nation. This agreement mediated by the US is called what? Oslo Pact. എന്നായിരുന്നു ഓസ്ലോ പാക്ട്? 1993, 1993. ഡേറ്റ് മറന്നു പോകരുത്. അത് രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ആര് തീരുമാനിച്ചു? ഇസ്രായേൽ തീരുമാനിച്ചു. ഇത് പക്ഷേ പൂർണ്ണമായും പിന്നീട് അങ്ങ് നടപ്പായില്ല. അതുപോലെ ഇവിടെ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് എന്തൊക്കെയായിരുന്നു മെയിൻ കാരണങ്ങൾ എന്ന് നോക്കാം. ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായിൽ ഗോർബച്ചേവ്. മിഖായിൽ ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഒരു കാരണമായിരുന്നു. The deviation from the basic principles of socialism. സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം മറ്റൊരു കാരണമായി. അതുപോലെ കറപ്ഷൻസ് ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും വേറൊരു റീസണായിരുന്നു. അതുപോലെ ഫെയിലിയർ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ. സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയവും ഇതിന് ഒരു കാരണമായി തീർന്നു. അടുത്തത് യൂണിപോളാർ വേൾഡ് അല്ലെങ്കിൽ അമേരിക്കൻ, അതായത് യൂണിപോളാർ വേൾഡ് എന്ന് വെച്ചാൽ ഏകധ്രുവ ലോകം. ഓക്കെ, ഏകധ്രുവ ലോകക്രമത്തെയാണ് എന്ത് പറയുക? യൂണിപോളാർ വേൾഡ്. ഇത് യുദ്ധങ്ങൾക്കൊക്കെ ശേഷം ഏറ്റവും വലിയ അധീന ശക്തിയായിട്ട് വന്ന ഒരു രാജ്യമേ ഉള്ളൂ. അതാരായിരുന്നു? അമേരിക്കയായിരുന്നു. അമേരിക്ക എമേർജ്ഡ് ആസ് ഗ്ലോബൽ പവർ ആൻഡ് സെൻറ്റർ ഓഫ് ദ പൊളിറ്റിക്സ് ഫോളോയിങ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ദിസ് ഈസ് കോൾഡ് യൂണിപോളാർ വേൾഡ്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി. ഇതോടെ ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം അമേരിക്ക, ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം ആരായി മാറി? അമേരിക്കയായി മാറി. അതുകൊണ്ടാണ് എന്തു പറയുക? യൂണിപോളാർ വേൾഡ് അല്ലെങ്കിൽ ഏകധ്രുവ ലോകം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരുന്നു അമേരിക്കയുടെ ഒരു ഡോമിനൻസ്, മേൽക്കോയ്മയ്ക്ക് കാരണമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂട്ടിലൈസിങ് ഇൻ്റർനാഷണൽ ഏജൻസീസ്. അമേരിക്ക പ്രൊവൈഡ് എന്തൊക്കെ കൊടുത്തു? ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു ദ കൺട്രി. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. കൂടാതെ എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസസ്, സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിച്ചു. മീഡിയ വർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി അവർ ഉപയോഗിക്കുകയും ചെയ്തു. ഇനി നോക്കാം ഗൾഫ് വാർ. അടുത്തൊരു, അതായത് നമ്മൾ പഠിച്ചു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് വാറിന് കാരണമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്ക ഇമ്പീരിയലിസ്റ്റ് പോളിസി ദാറ്റ് പാവ്ഡ് ദ വേ ഫോർ ഗൾഫ് വാർ. സൈനിക ശേഷിയും അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളുമാണ് ഗൾഫ് യുദ്ധത്തിന് കാരണമായത്. തങ്ങളുടെ സാങ്കേതിക മികവും ഈ യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ചു. എന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരായ കൂട്ടായ്മകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു.
ആൻഡ് നോക്കിയേ, അമേരിക്ക യൂട്ടിലൈസ് ദെയർ മിലിറ്ററി ഫെസിലിറ്റീസ് ആൻഡ് ടെക്നോളജീസ് പ്രോഗ്രസ് ഇൻ ദീസ് വാർസ്. അതുകൂടാതെ മൂവ്മെൻറ്റ്സ് ഹാവ് ടേക്കൺ roots in different parts of the world to protect against the supremacy of America. അമേരിക്കൻ ആധിപത്യത്തിനെതിരായ കൂട്ടായ്മകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നുമുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം എന്താണ് നിയോ ഇമ്പീരിയലിസം അല്ലെങ്കിൽ നവസാമ്രാജ്യത്വം എന്താണെന്ന് നോക്കാം. അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ഇൻ എ കൺട്രി ആൻഡ് ഫങ്ഷനിങ് ഇൻ മെനി കൺട്രീസ്. അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് ഏതെങ്കിലും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട്, നമുക്കറിയാം അല്ലേ, ഇപ്പോൾ ഗൂഗിൾ, ഫ്ലിപ്കാർട്ട്, അതുപോലെ നൈക്കിൻ്റെ ഷൂ ഒക്കെ ഉള്ള കമ്പനികൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ത്രൂ ഔട്ട് ദ വേൾഡ് അവർ ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടേതായൊരു ശൈലി, അവരുടേതായൊരു കൾച്ചറൊക്കെ കൊണ്ടുവരികയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നവസാമ്രാജ്യത്വം. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു. അതെന്തായിരുന്നു? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? നവസാമ്രാജ്യത്വം, നിയോ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തായി നമുക്ക് എന്താ കോൺസെപ്റ്റ് ഓഫ് നിയോ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. NEO ആണേ, W അല്ല. നിയോ ഇമ്പീരിയലിസം, അതായത് നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു? ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, പിന്നെന്തായിരുന്നു? ഉദാരവൽക്കരണം. ഇതൊക്കെയായിരുന്നു ഇവയുടെ മെയിനായിട്ടുള്ള ആശയങ്ങൾ. നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം ഓരോന്നും. ഉദാരവൽക്കരണം എന്തായിരുന്നു? ഉദാരവൽക്കരണം നോക്കാം. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരവിനായി ഇറക്കുമതി നികുതികളും ഉദാരമാക്കി. അതിനെയാണ് എന്ത് പറയുക? ഉദാരവൽക്കരണം എന്ന് പറയുക. ഇനി സ്വകാര്യവൽക്കരണം എന്താണ്? സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചിരുന്നു. അതിനെയാണ് എന്ത് പറയുക? സ്വകാര്യവൽക്കരണം. പൊതുമേഖലാ സ്ഥാപനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലേ, പല സ്വകാര്യ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. അതുപോലെ നെക്സ്റ്റ് ആഗോളവൽക്കരണം. എന്താണ് ആഗോളവൽക്കരണം? രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. പിന്നെയോ ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. അതുകൂടാതെ മത്സരങ്ങളിലൂന്നിയ കമ്പോളങ്ങൾ, പല കമ്പോളങ്ങൾ, അതായത് ബിസിനസ് കാര്യങ്ങളെല്ലാം ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഫീൽഡായിരുന്നു അല്ലേ, ഇതെല്ലാം നിലവിൽ വന്നു. അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യകൾ, മനുഷ്യ വിഭവശേഷികൾ എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു മെയിൻ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ലിബറലൈസേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. എന്തൊക്കെയായിരുന്നു? ലിബറലൈസേഷൻ, adoption of liberal regulations and taxation system to facilitate the import of multinational product to domestic market. എന്താ? ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരവിനായി എന്ത് ചെയ്തു? ഇറക്കുമതി നിയമങ്ങളും നികുതിയും അവരെന്ത് ചെയ്തു? ഉദാരമാക്കി കൊടുത്തു. അതുപോലെ പ്രൈവറ്റൈസേഷനിൽ എന്താ പറയുക? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റൈസേഷൻ അതായിരുന്നു പബ്ലിക് സെക്ടറിനെ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എന്താക്കി മാറ്റി? സ്വകാര്യവൽക്കരിക്കപ്പെട്ടു അല്ലേ. ഗ്ലോബലൈസേഷൻ എന്തൊക്കെയായിരുന്നു മെയിൻ ഫാക്ടേഴ്സ് പറഞ്ഞത്? ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ എക്കണോമി. കൂടാതെ ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. അതുപോലെ കോമ്പറ്റീഷൻ ഡ്രൈവൺ മാർക്കറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. എന്തൊക്കെയായിരുന്നു? രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി
ബന്ധിപ്പിച്ചു. പിന്നെയോ ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയുണ്ടായി. മത്സരത്തിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു. അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യകൾ, മനുഷ്യവിഭവശേഷി എന്നിവയുടെ ഒരു ഒഴുക്ക് തന്നെ സൃഷ്ടിച്ചു. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, നോക്കി. എക്സ്പ്ലെയിൻ ഹൗ ഗ്ലോബലൈസേഷൻ അഡ്വേഴ്സ്ലി എഫക്ട് ദ ഡെവലപ്പിംഗ് കൺട്രീസ്. എങ്ങനെയാണ് ഈ ആഗോളവൽക്കരണം നമ്മുടെ വികസിത രാജ്യത്തെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തതെന്ന് നോക്കാം. ദ ഇൻ്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചലഞ്ച്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. എന്തായിരുന്നു? ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം ഒരു വെല്ലുവിളിയായിട്ട് മാറി. കൂടാതെ ലീഡ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജീനിയസ് കൾച്ചർ, അതായത് തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. പിന്നെയോ പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് പ്ലഞ്ച്ഡ്. എന്താ സംഭവിച്ചത്? കാർഷികോൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. കൂടാതെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വർ ഡിസ്ട്രോയിഡ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു. ഗവൺമെൻറ് വിഡ്രോ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടർ. അതുപോലെ നാച്ചുറൽ റിസോഴ്സസ് വർ ലൂട്ടഡ്. എന്തൊക്കെയാണ് സംഭവിച്ചത്? സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി. കൂടാതെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. ഇതൊക്കെയായിരുന്നു ഇവരുടെ മെയിനായിട്ടുള്ള കാരണങ്ങൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ ലെസണിൽ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിച്ചു? അതായത് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറിയിൽ ഫസ്റ്റ് വേൾഡ് വാർ, ഫാസിസം ആൻഡ് നാസിസം, സെക്കൻഡ് വേൾഡ് വാർ, പോസ്റ്റ് വേൾഡ് വാർ, ഇത്രയും പഠിച്ചു അല്ലേ? ഫസ്റ്റ് വേൾഡ് വാറിൽ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്? യെസ്, ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റിറ്റി. അതുകൊണ്ട് ഫാസിസം ആൻഡ് നാസിസം എന്തായിരുന്നു? ഫാസിസത്തിലെ ലീഡർ ആരായിരുന്നു? ബെനിറ്റോ മുസോളിനി. നാസിസത്തിലെയോ അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു അല്ലേ? സെക്കൻഡ് വേൾഡ് വാർ എന്തായിരുന്നു? മെയിൻ രണ്ട് ശക്തികൾ ഏതൊക്കെയായിരുന്നു? യെസ്, ആക്സിസ് പവറും അലൈഡ് പവേഴ്സും ആയിരുന്നു. പോസ്റ്റ് വേൾഡ് വാറിൽ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഏതൊക്കെയാ? UNO അല്ലേ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, കോൾഡ് വാർ, അതുപോലെ ലിബറലൈസേഷൻ ഓഫ് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ കൺട്രീസ്, പിന്നെയോ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് പഠിച്ചു അല്ലേ? ചേരിചേരാ പ്രസ്ഥാനം, നിയോ ഇമ്പീരിയലിസം ഒക്കെ പഠിച്ചു. ഇതെല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ടീച്ചർ ഈ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. എക്സാം പോയിന്റിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നോട്ട്സ് വളരെ കൃത്യവും ലളിതമായും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ, റിവൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മുടെ എക്സാം പോയിന്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇന്നത്തെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.